ഞാൻ പണ്ട് സുധാകരനോട് പറഞ്ഞിട്ടുണ്ട്, സുധാകരോ താൻ KPCC പ്രസിഡന്റായി, താൻ ചതിവിപ്പെടും. അത് എന്നെ ചതിക്കാൻ ആരോഗ്യം. ഞാൻ പറഞ്ഞു, തെക്കനെയും പാമ്പിനെയും ഒന്നിച്ച് കണ്ട തല്ലിക്കൊല്ലേണ്ടത് തെക്കനെയാണെന്ന് നിങ്ങൾ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. വടക്കര് ഈ തെക്കനായ ഈ നാട്ടുകാർ ഒരിക്കലും വടക്കനായ തീയനായ തന്നെ വാഴാനൂടെ അനുവദിക്കില്ല. അനുഭവം കൊണ്ട് കണ്ടോന്നുണ്ട്. അനുഭവമല്ലേ ഇപ്പൊ കണ്ടത്. തെക്കനായ തീയൻ സുധാകരനെ വെട്ടിനിരത്താൻ ഇന്ന് വടക്കനായ തീയനായ സുധാകരൻ വെട്ടിനിരത്താൻ തെക്കനായ ആളുകളെല്ലാം ഒന്നിച്ചു നിൽക്കുകയാണ്. അത് പണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പോഴും ശരിയെന്ന് ഞാൻ തെളിയിക്കുകയാണ്. സുധാകരൻ അന്ന് ഞാൻ പറഞ്ഞു, സുധാകരൻ വിശ്വസിച്ചില്ല. അനുഭവം കണ്ടില്ലേ? എന്തുകൊണ്ട് ഈ പീരീഡ് തീർക്കാൻ ഇവർ സമ്മതിക്കാത്ത എന്താ കാരണം? കാർഗെ കെട്ടിപ്പിടിക്കും ഉമ്മ വെച്ചൊക്കെ വിട്ടതാണെന്നൊക്കെ പറയുന്നു. ഒരു കുഴപ്പമില്ല, നിന്നൊന്നും. നിങ്ങളൊന്ന് ആലോചിക്കും, കോമൺ സെൻസ് ഉള്ളവർ ആരെങ്കിലും ഇപ്പൊ മാറ്റാൻ ശ്രമിക്കുക? ഓരെങ്കിലും ഈ യുദ്ധം നടക്കുന്ന സമയം, ഈ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് മഹായുദ്ധം പോലെ നടന്നു പറ്റും. അതിനിടയ്ക്ക് ഒരു കോൺഗ്രസിനകത്തൊരു യുദ്ധം ഉണ്ടാക്കാൻ കോമൺ സെൻസ് ഉള്ളവൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവന്റെ എല്ലാം ഉളംപാറെ പറഞ്ഞേക്കണം. അത് കോൺഗ്രസിന് സർവനാശമാണ്. മാത്രമല്ല, തൊട്ടടുത്ത് അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞാൽ കോൺഗ്രസ് നമ്മുടെ അസംബ്ലി തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം തൊട്ടടുത്ത് നിൽക്കുന്നത്. ഈ സമയത്ത് അല്പം വെയിറ്റ് ചെയ്യാനുള്ള സന്മനസ് ഇവർ കാണിച്ചിട്ട് അല്ല കോമൺ സെൻസ് ഉള്ളവർ ചെയ്യേണ്ടത്. പിന്നെ സുധാകരൻ മാറ്റം പറഞ്ഞു. സുധാകരയുടെ കുഴപ്പം എന്താണ്? സുധാകരൻ രാഷ്ട്രീയത്തിൽ കാണിച്ച റിസൾട്ട് ഇവർക്കാർക്കും ചെറുതായി കാണാനൊക്കെ ഏറ്റവും മിടുക്കനെന്ന് തെളിയിച്ചില്ലേ? വടക്കൻ മേഖല എല്ലാം കോൺഗ്രസ് സീറ്റ് എടുത്തില്ലേ? ഇവിടെ കോൺഗ്രസിന് 19 സീറ്റും MP സ്ഥാനം മേടിച്ചില്ലേ? അപ്പൊ ഇതുക്കുമുണ്ടായിരുന്ന അതേ സീറ്റ് നിലനിർത്താൻ സാധിച്ചു. അന്ന് ഇടതുപക്ഷത്തിൽ ഒരു സീറ്റ് കിട്ടി, ഇപ്പോഴും ഒരെണ്ണം കിട്ടി. പഴയത് കിട്ടിയ സീറ്റ് മുഴുവൻ തന്നെ സുധാകരൻ നിലനിർത്താൻ സാധിച്ചു. വടക്കൻ മേഖല സുധാകരൻ തന്നെ തോറ്റുപോകുന്നു പലരും പറഞ്ഞെങ്കിൽ എത്രയോ വോട്ടുകൾ, ലക്ഷക്കണക്കിന് വോട്ടുണ്ട്. ഭൂരിപക്ഷത്തിൽ സുധാകരൻ ജയിക്കണമെങ്കിൽ ജനങ്ങളിലുള്ള സുധാകരനുള്ള വിശ്വാസവും ആ തന്റെ ഇടമുള്ള അതോടൊപ്പം തന്നെ ഏത് കാര്യത്തിനും നേരിടാനുള്ള ആത്മബലവും തന്റെ ഇടവും ആർജവുമുള്ള സുധാകരനെ മാറ്റിയിട്ട് ഏത് മൈഗുണേനെ കൊണ്ടുവരണം? നമുക്ക് ഇത് ഏതെണ്ണത്തെ കൊണ്ടുവരാനുള്ള എണ്ണത്തിൽ പറ. കൊള്ളാവുന്ന ഒരൊറ്റ എണ്ണ ഇതിനകത്തില്ല. പട്ടിക മാനിച്ചാൽ ഈ പട്ടിക മാനിച്ചാൽ ഏതാണെന്ന് പറയാം. ഈ പട്ടികയിൽ ഏത് പട്ടിക ഉണ്ടെന്ന് പറ. ഈ പട്ടിക എന്ന് പറയുമ്പോൾ ഈ പട്ടികയിൽ കൊള്ളാവുന്ന കോൺഗ്രസുകാരനായ KPCC പ്രസിഡന്റാക്കാൻ ഇവരാണ് പേര് പറയട്ടെ. പേര് കൊള്ളാവുന്ന ഒരാൾ ഞാൻ പറയാം, മുരളി കരുണാകരൻ സാറിന് ഒരു ശബ്ദം എനിക്ക് പറഞ്ഞ ആർക്കും ഗ്രൂപ്പ് എസത്തിൽ ഏർക്കാന്നുള്ളതല്ലാതെ മുരളി ഒരു പണ്ടും KPCC പ്രസിഡന്റായിരുന്ന ഏറ്റവും മിടുക്കനായ KPCC പ്രസിഡന്റ് എന്ന് തെളിയിച്ചല്ലേ മുരളിയാ? എന്തേ മുരളിയാക്കാത്തത്? അപ്പൊ ഇവർക്കെല്ലാം ഉണ്ടല്ല കുറെ ബൊമ്മകളെയാണ് വേണ്ടത്, കഴിവുള്ളവരെ വേണ്ട. അങ്ങനെ കഴിവുള്ളൊരു കോൺഗ്രസിനകത്ത് വളരാൻ എന്നുള്ള നേരത്തെ സമ്മതിക്കില്ല. ആരൊക്കെ കൂടോത്രം വയ്ക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കോമൺ സെൻസ് ഈ സമയത്ത് സുധാകരനെ മാറ്റണമെന്ന് കോൺഗ്രസിനകത്തൊരു ചിന്ത വന്നാൽ അവരെ കൊണ്ടുപോകേണ്ട ഉളമറയല്ലേ? ഏത് കൊച്ചുകുട്ടിക്കും ആലോചിച്ചാൽ മനസ്സിലാകും. ഈ സന്ദർഭത്തിൽ കോൺഗ്രസ് എന്തുകൊണ്ട് MP ആയിട്ട് ജയിച്ചു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ ഒരു കാരണവശാലും ഒരിളക്കം തട്ടാതെ സുധാകരനെ മാറ്റിയാലും മാറ്റിയില്ലെങ്കിലും ഇവിടെ തർക്കങ്ങൾ ഉണ്ടാകും. പുതിയൊരാളെ കൊണ്ടുവന്നാലും കോൺഗ്രസിനകത്ത് വലിയ തർക്കങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായി നിലനിൽക്കുന്ന കാര്യം. ഒരെ കൊള്ളാവുന്ന പലരും എതിർത്ത് കഴിഞ്ഞു. മുരളി എതിർത്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു വന്ന തരൂരൊക്കെ വളരെ പ്രഗത്ഭന്മാരായ ആളുകളല്ലേ. തരൂർ ഉൾപ്പെടെയുള്ള പലരും നിഷ്പക്ഷമായി പറയുന്ന ആളുകളെല്ലാം തന്നെ എതിർക്കുമ്പോൾ ആരുടെ താല്പര്യത്തിനാണ് സുധാകരൻ മാറ്റുന്നതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറഞ്ഞാൽ മതി. ആരുടെ താല്പര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. വിനാശകാല വിപരീത ബുദ്ധി, അതായത് കണ്ടകശനി. ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് കണ്ടകശനി പിടിച്ചവരാണ്. അവർക്ക് ഉൾക്കാഴ്ചയോ കോമൺ സെൻസോ
ഉള്ളവരാരും ഇന്നിപ്പോൾ കോൺഗ്രസിനകത്തൊരു മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുന്നത് വെച്ചാൽ അവർക്ക് ഒരിക്കലും സാമൂഹ്യ പരിസ്ഥിതികൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ ബോധമോ അവർക്കില്ലെന്ന് അതിന്റെ അർത്ഥം. കേരളത്തിൽ നിന്നുള്ളൊരു നേതാവാണ് ഇതിന് പിന്നിലെന്ന് സുധാകരൻ പറഞ്ഞു. ആരായിരിക്കാൻ സാധ്യത? കേരളത്തിൽ നിന്ന് വരാനുള്ള നേതാവെന്ന് പറഞ്ഞ ആരാണ്? ചിലപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കണം. അവർ തമ്മിലാണല്ലോ ഇടക്കിടക്ക് കോർക്കുന്നത്. വി ഡി സതീശനുമായിട്ടാണല്ലോ എപ്പോഴും കോർക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ വി ഡി സതീശനുമായിട്ട് ഇത് തമ്മിലാണല്ലോ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയ നിർത്തുന്നത്. വി ഡി സതീശന് ആകാൻ സാധ്യതയുണ്ടെന്ന് വെച്ചാൽ വി ഡി സതീശനും അവിടെ വലിയ സ്വാധീനമുള്ള ആളല്ല. പക്ഷെ പുള്ളി ഞാനും ആളാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിസത്തിന്റെ നേതാവായിട്ട് നടക്കല്ലേ. പുള്ളിക്ക് ഒറ്റയ്ക്ക് എന്തെല്ലാം ഉണ്ട്. കോൺഗ്രസിനെ ബലഹീനമാക്കാവുന്ന രീതിയിലുള്ള എന്തെല്ലാം പ്രസ്താവനയാണ് അദ്ദേഹം നടക്കുന്നത്. കോൺഗ്രസിലെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒരേ മനസ്സോടുകൂടി ഒന്നിച്ച് നീങ്ങുന്നതിന്റെ ഭാരം. നിങ്ങൾ അവർ തമ്മിൽ പരസ്പര വിരുദ്ധമായ ശത്രുക്കൾ തമ്മിലുള്ള രീതിയിലുള്ള പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളല്ലേ നമ്മളിവിടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരുന്നത്. കുറച്ച് ദിവസമായിട്ടാണ് നമ്മൾ കാണാത്തത്. ഇതെല്ലാം ഇവരെല്ലാം ഈ കോൺഗ്രസിന്റെ സർവനാശം, വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞ പോലെ ഇവർക്കെല്ലാം വിനാശകാലത്തിൽ വിപരീത ബുദ്ധിയാണ്.